ഇവിടെ ഒരു പെണ്ണ് കടയിൽ വന്ന് ബ്രെഡ് മേടിച്ച് കഴിച്ചപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു സ്വർണ്ണമാല കിട്ടുകയും അവൾ കടക്കാരൻ ശ്രദ്ധിക്കുന്നു നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായതും ആ സ്വർണ്ണമാല എടുത്തുള്ള ബാഗ് ഇട്ടിട്ട് അവൾ ഒരു ബ്രെഡ് കൂടെ വേണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ കടക്കാരൻ ഒരു ബ്രെഡ് കൊണ്ട് സന്തോഷത്തോടെ എടുത്ത് കൊടുക്കുകയും അവൾ അതിന്റെ പൈസ കൊടുക്കുകയും ചെയ്തു. അത് തുറന്നു നോക്കിയപ്പോഴും അതിലും സ്വർണ്ണമാല ഇരിക്കുന്നു. ഇവൾ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. കടക്കാരനോട് ഇനി സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കുറെ എടുക്കാൻ പറയുകയും ഇതെല്ലാം കടക്കാരൻ പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കടക്കാരൻ ഒരു പുച്ഛഭാവത്തിലുള്ള ചിരിയും കഴിഞ്ഞു. വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോഴും മനസ്സിലായി 1002 ബ്രെഡിൽ മാത്രമേ സ്വർണ്ണമാല ഉള്ളായിരുന്നു, ബാക്കിയൊന്നിലും ഇല്ലെന്ന്. അങ്ങനെ 1002 ബ്രെഡിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമാല വിൽക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു സ്വർണ്ണക്കടക്കാരനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയും അങ്ങനെ സ്വർണ്ണക്കടക്കാരൻ സ്വർണ്ണം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഫേക്ക് ഗോൾഡ് ആണ്, നിങ്ങൾ അവരെ പറ്റിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ അവൾ ഈ സ്വർണ്ണമാല കൊണ്ട് ആ കടക്കാരന് മുമ്പിൽ ചെല്ലുകയും ഇതെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അതിനെ ചതിച്ചതാണോ, ഇത് എനിക്ക് കടക്കാരനെതിരെയുള്ള തെളിവുകളൊന്നും അവളുടെ പക്ഷം ഇല്ലാത്തതുകൊണ്ട് കടക്കാരനെ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാക്കി കടക്കാരൻ ചിരിക്കുകയും കളിയാക്കി വിടുകയും ചെയ്തു. അങ്ങനെ കടക്കാരൻ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂട്ടുകാരനായ സ്വർണ്ണക്കടക്കാരനെ കൂട്ടിന് വിളിക്കുകയും അയാൾ ഇതേപോലെ ബ്രെഡ് മേടിക്കുകയും അതിൽ നിന്ന് ഒരു സ്വർണ്ണമാല കിട്ടുകയും അതെടുത്ത് പോക്കറ്റ് വയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ബ്രെഡ് കൂടെ മേടിക്കാൻ നിർബന്ധിച്ചെങ്കിലും വേണ്ട എനിക്ക് ഇതൊരു മതി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തെളിവുകളെല്ലാം ഇയാളുടെ എതിരെ കാണിച്ചു കൊടുക്കുകയും ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കടക്കാരൻ ചെയ്ത് ശരിയാണോ കമന്റ് ചെയ്യുക. നിങ്ങൾ കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്